ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ചാനലിൽ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാടത്തൊക്കെ കിട്ടുന്ന ചെളി വെച്ചിട്ടായിരുന്നു അന്ന് ക്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ നമ്മുടെ വീട്ടിലെ മണ്ണ് വെച്ചിട്ട് എങ്ങനെ ക്ലേ ഉണ്ടാക്കാമെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. വീട്ടിലെ മണ്ണ് വെച്ചിട്ട് എങ്ങനെ ക്ലേ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എങ്ങനെയാണോ ക്ലേ ഉണ്ടാക്കുന്നത് ആ രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മണ്ണ് കിളച്ചെടുക്കാം. നമ്മുടെ പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ മുറ്റത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു സൈഡിൽ നിന്നോ കുറച്ച് മണ്ണ് കിളച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ കുറച്ച് മണ്ണേ എടുക്കുന്നുള്ളൂ. നമ്മൾ കൂടുതൽ മണ്ണെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ലേ കിട്ടും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മണ്ണിലേക്ക് വെള്ളം ഒഴിക്കാം. കുറച്ചേറെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതുപോലെ കമ്പ് വെച്ചോ കൈ വെച്ചോ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ചരലും വലിയ കല്ലൊക്കെ കിട്ടും. അതെടുത്ത് കളഞ്ഞാൽ മതി. ഞാൻ ആദ്യം ഈ കല്ലൊന്നും കളയാതിരുന്നത് കിളച്ചെടുത്ത മണ്ണായതുകൊണ്ട് തന്നെ ഈ കല്ലിലൊക്കെ ചെളി പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചെളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചരലും കല്ലും ഒന്നും അപ്പോൾ കളയാതിരുന്നത്. പിന്നെ ദേ ഈ കാണുന്നത് പോലെ തന്നെ കരിയിലെ കഷ്ണങ്ങളും കമ്പിന്റെ കഷ്ണങ്ങളൊക്കെ കാണും. അതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചു കളയാം. അപ്പോൾ ഏകദേശം കല്ലും കരിയിലയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ അരിപ്പ ഒന്ന് കഴുകിയിട്ട് വരാം. ഇനി നമുക്ക് ആ ബക്കറ്റിലെ ചെളിവെള്ളം ഇതുപോലൊരു മഗ് യൂസ് ചെയ്തിട്ട് വേറൊരു കണ്ടെയ്നറിലേക്ക് അരിച്ചെടുക്കണം. അങ്ങനെ ആ വെള്ളം മുഴുവൻ അരിച്ചെടുക്കുമ്പോഴേക്കും ഏകദേശം ആ ചരലും കല്ലും ഒക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ ആ കണ്ടെയ്നറിന്റെ താഴെ ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. ദേ ഈ കാണിക്കുന്നത് പോലെ. പക്ഷെ ഇതിൽ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും. അരിപ്പയുടെ ഹോൾസ് കുറച്ച് വലുതായതുകൊണ്ടാണ് കേട്ടോ തരികളൊക്കെ അതിനകത്തോട്ട് വീഴുന്നത്. നമുക്കിതുപോലെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തരികൾ അറിയാൻ പറ്റും. ഇനി നമുക്കിത് തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ചെളിയായിട്ട് കിട്ടണം. അടുത്തതായിട്ട് ഇതുപോലൊരു തുണി വെച്ചിട്ട് ഈ ചെളി വെള്ളം ഒന്നും കൂടി അരിച്ചെടുക്കണം. ഇതുപോലെ അരിച്ചെടുക്കുന്നത് കൊണ്ട് ബാക്കി വരുന്ന തരികളൊക്കെ പോയി കിട്ടും. ഞാൻ 2 തവണ തുണി വെച്ചിട്ട് അരിച്ചെടുക്കും. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഒരു തവണ അരിച്ചെടുത്താൽ മതിയാവും. എന്നെ പോലെ സമാധാനം കിട്ടാത്തവരാണെങ്കിൽ ഒന്നുകൂടി അരിച്ചെടുത്തോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെളിവെള്ളം എല്ലാം കിട്ടി. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തെളിയുന്നത് വരെ ഇതുപോലെ പൊടിയൊന്നും വീഴാതെ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. സാധാരണ ഞാനൊരു 1-2 മണിക്കൂർ വെക്കുമ്പോഴേക്കും തെളിഞ്ഞു കിട്ടാറുണ്ട്. തെളിയുന്നതിന് മുന്നേ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ക്ലേയുടെ അളവ് കുറവായിരിക്കും. ഞാനാണെങ്കിൽ ഇത്തവണ തെളിയുന്നതിന് മുന്നേ തന്നെ എടുത്തു. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. പക്ഷെ അപ്പോഴും വെള്ളം തെളിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇതിന്റെ താഴെ നമുക്ക് വേണ്ട ക്ലേ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. ആദ്യം നമുക്ക് ഈ വെള്ളം ഇതിൽ നിന്ന് കളയണം. ഇതുപോലെ സ്പഞ്ച് വെച്ചിട്ട് വേണം വെള്ളം കളയാൻ വേണ്ടിയിട്ട്. താഴെ കിടക്കുന്ന ചെളിക്ക് അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിന് ചെറിയൊരു അനക്കം വന്നാൽ പോലും ഈ ചെളിയും വെള്ളവും കൂടി ഒരുമിച്ചങ്ങ് കലങ്ങിപ്പോവും. സ്പഞ്ച് വെച്ചിട്ട് വെള്ളം കളയുന്നതുകൊണ്ട് തന്നെ ഈ വെള്ളം അധികം അനങ്ങില്ല. അങ്ങനെ ചെളി കാണുന്നത് വരെ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ വെച്ച് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. വെള്ളം മുഴുവൻ പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെളിയുടെ കൂടെ കുറച്ച് വെള്ളം അങ്ങ് കലങ്ങിപ്പോയി. കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം കൂടി അത് അങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ചെളിയുടെ മുകളിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇതുപോലെ സ്പഞ്ച് ഉപയോഗിച്ചിട്ട് വെള്ളം കളയാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലെ ബക്കറ്റിന്റെ മുകളിലേക്ക് തോർത്തോ തുണിയോ എന്തെങ്കിലും വെച്ചു കൊടുക്കാം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കല്ലൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ പോയിട്ട് നമ്മുടെ ചെളി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തോർത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. കിട്ടിയേക്കുന്ന ചെളിയുടെ അളവ് വളരെ കുറവാണ്. ഒരു കാരണം ഞാൻ കുറച്ച് മണ്ണേ എടുത്തിട്ടുള്ളായിരുന്നു. രണ്ടാമത്തെ കാരണം വെള്ളം മൊത്തം തെളിയുന്നതിന് മുന്നേ അത് എടുത്തതാണ്. അങ്ങനെ മുഴുവൻ ചെളിയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഇതുപോലെ അങ്ങ് വെക്കാം. അപ്പോ ബാക്കി വരുന്ന വെള്ളം മുഴുവൻ ഇതുപോലെ പോയി കിട്ടും. ഏകദേശം 1 മണിക്കൂറോളം ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതെടുത്ത് ഇതുപോലൊരു ടേബിളിന് മുകളിൽ വെച്ചു. എന്നിട്ട് അതേ തുണിയിൽ തന്നെ ഇതുപോലെ പരത്തി വെച്ചു കൊടുത്തു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ബാക്കി പണി തുടങ്ങിയത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു 17 മണിക്കൂറിന് ശേഷം. അപ്പോഴേക്ക് നമ്മുടെ ക്ലേ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ക്ലേ ഇതുപോലെ അടർത്തിയെടുക്കണം. പിന്നെ ഇത് കുഴയ്ക്കണം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാവുന്നത് വരെ ഇതിങ്ങനെ കുഴച്ചുകൊണ്ടേയിരിക്കണം. കുറെ സമയം എടുക്കും കേട്ടോ. കുറെ കഴിഞ്ഞപ്പോഴേക്കും ആ തുണിയൊക്കെ മാറ്റിയിട്ട് ഞാൻ ആ ടേബിളിൽ വെച്ചിട്ട് കുഴയ്ക്കാൻ തുടങ്ങി.
അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് നമ്മുടെ ക്ലേ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അവസാനം കുറച്ച് വെള്ളമൊക്കെ വെച്ച് ഇതുപോലെ സ്മൂത്ത് ആക്കി ഞാനൊരു ഷേപ്പിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാറ്റൊന്നും കയറാത്ത വിധത്തില് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് ഇതുപോലൊരു കണ്ടെയ്നറിലാക്കി വെക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് മുറിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.